രാമേട്ടാ, ഇപ്പോഴാ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ലക്ഷ്യമൊക്കെ ഉണ്ടായത്. അതിന് കാരണം രാമേട്ടനും സുഗുണേട്ടനുമാണ്. ആ രാമേട്ടൻ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവം. എന്താ രാമേട്ട പ്രശ്നം? ഇവനും മൂച്ച് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല മക്കളെ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്താ രാമേട്ട പ്രശ്നം? ഞങ്ങൾ സഹായിക്കാം. എന്താടാ സഹായിക്കണ്ടേ? രാമേട്ട പ്രശ്നം പറ. എനിക്കാകെ ഉള്ളത് എൻ്റെ ശ്രീമോള് മാത്രമാണ്. അവളെ ഒരുത്തം പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. അത് ചോദിക്കാൻ ചെന്ന എന്നെയും തല്ലാമ. ഞങ്ങൾക്ക് കാര്യമില്ല. ആര് പറഞ്ഞു രാമേട്ട ആരുമില്ലെന്ന്? അവരെവിടെയുള്ളത്? അവര് വീട് എവിടെയാണ്? പറഞ്ഞ വേട്ട. കുറച്ച് ദൂരെയാ. എന്നാ വാ, ഇപ്പൊ തന്നെ പോവാ. ഇതെന്താ ഗുണ്ടായിസോ? നാളെ ചോദിച്ചാ പോരെ? വെള്ളം അടിച്ചിരിക്കല്ലേ. അല്ലേലും നിനക്ക് അണ്ടിക്കുറപ്പില്ല. നീയൊക്കെ ഒന്നും വേണ്ട റോബേ, ഞാൻ ഒറ്റ പോയി ചോദിച്ചോളാം. ലൈറ്റ് ഒന്നും ഇടും മോളെ. രാമേട്ടാ വാ, എനിക്ക് അവന്റെ വീട് കാണിച്ചതേ. പറഞ്ഞാലും മനസ്സിലാവും. നമ്മളെ സഹായിച്ച രാമേട്ടൻ സഹായിക്കേണ്ടത് നീക്കണം. വെള്ളം ഒന്നും കിട്ടുന്നോടാ. മോള് കഥ കടച്ചകത്തിരുന്നു. എന്തോക്കിരിക്കടാ, വാ പോകാം. ഇതാണോ വീട്? ഇതാ വീട്. ചേട്ടനിവിടെ നിന്നാ മതി. ബാക്കി ഞങ്ങൾ ചെയ്തോളാം. നാളെ ഞാനാടാ ജിത്തു. എവിടാ നോക്കണം? ഇങ്ങനെ വേണം. ഇവിടെ വെള്ളോടിയാണല്ലേ. നീ അറിയടാ ജിത്തു? മര്യാദക്ക് ഇവിടുന്ന് പോക്കോ, നല്ല പണി കിട്ടും. പണി കിട്ടുന്നതാ. പണി തരോട് നിനക്ക്.
ഒന്ന് എഴുന്നേക്കടാ. ഞാൻ നിന്നെ കാണാൻ ആരാണ്ടും വന്നേക്കണ്. ആരാണ്? ആ വേണമെങ്കിൽ ചെന്ന് നോക്ക്. ആ രാമേട്ടനായിരുന്ന? ആ ഒരു പ്രശ്നമുണ്ടല്ലോടാ. നീങ്ങ വന്നേ. ഞാൻ നിങ്ങളോട് അവനൊന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്തിനാടാ കൊന്നത്? ഒന്നാ? ആരാ? ആരെയെന്നോ? ഇന്നലെ രാത്രി പോയില്ലേ? ഞങ്ങളാരും കൊന്നിട്ടില്ല. രാമേട്ടൻ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അവര് ചത്തു. അവിടെ നിറയെ പോലീസും ജനക്കൂട്ടവും. പോട്ടെ. എന്റെ സുഗുണേട്ടാ, ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ? എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ട് ആവൂ. ഞാനിത് വല്ല ആക്രിക്കാർക്കും തൂക്കി കൊടുക്കും. സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. എടി ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കുമല്ലോ അടി. അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു ഞാൻ പോണു. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. അവൻ വന്നത് ഭാഗ്യം. അല്ലേ അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാനെ. എന്താ പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു. നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ. ആര് പറഞ്ഞ? ഞാൻ കൊറേ വിളിച്ചതാ, സ്വിച്ച് ഓഫ്. വണ്ടിക്ക് എന്താ പറ്റിയ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ചേട്ടാ, ഇവിടെ മനോരമയല്ലേ വരുത്തുന്നത്? അതെ. ഇന്നത്തെയും പത്രവും തരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പത്രം സുലുവേ, ഇന്നലത്തെ ആ പത്രം ഇങ്ങെടുത്തേ. എന്താ പത്രത്തില്? വോട്ടുകാർ ഹർത്താൽ നടത്തുമെന്ന് പത്രത്തിലുണ്ടായിരുന്നു പറഞ്ഞു. കടൽ ഹർത്താൽ. കടൽ ഹർത്താലോ? ആ, ഇനി കടൽ ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട്. കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യമില്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറഞ്ചം നീന്തി സൂയിക്കാം. കുന്തളിച്ച് നീന്താവുന്ന പോലീസ് ജീപ്പല്ലേ പോണു. ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ നോക്കിട്ട് വരാം. ഇവൻ ഈ മതിൽ ചാടിയത് എവിടെ പോന്നു? അമ്മേ, അമ്മേ, ഫോൺ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇവന്മാരൊക്കെ എവിടെ പോയി? ഇതൊരു മനസ്സിലാവും. അവര് കുറച്ച് ദിവസം പോയി കിടക്കട്ടെ. അവൻ എന്തിനാണ് കരയണ? അവനൊന്ന് പോയി സമാധാനപ്പെടുത്തിയടി. ഒന്ന് പോയേച്ചി. എന്നാലും ഇവന്മാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? ഇവന്മാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട്. പോയടാ, പോയി.
എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. കേട്ടാ കേറങ്ങട് കേറ നീ ഇരിക്കടാ. ചെല്ലട ശിവ. ഒരു കുപ്പിയെങ്കിലും വാങ്ങിച്ചു വെക്കാറുന്നില്ല പട്ടികളെ. സാറേ പോകല്ലേ, ഇവനൊരു കുപ്പി കൊടുത്തേച്ചും പോണേ.